വീണ്ടും ഒരു വിൻ്റർ കാലം കൂടെ ന്യൂസിലാൻഡിൽ തീരാറായിട്ടുണ്ട്. നോർത്ത് ഐലൻഡിലെ ഓക്ക്ലാൻഡിലൊക്കെ അത്ര തണുപ്പ് വരുന്നില്ലെങ്കിലും നമുക്ക് മഞ്ഞുമലയൊക്കെ കാണണമെങ്കിൽ വാണ്ടറുപ്പാഹോൻ്റെ ആ ഏരിയയിലേക്ക് തന്നെ പോകേണ്ടി വരും. ഇതിപ്പോൾ നാഷണൽ പാർക്കിൻ്റെ അടുത്തുള്ള ഒരു ലോഡ്ജിൽ നിന്നുള്ള വ്യൂ ആണ്. നമുക്ക് ഇവിടത്തേക്കല്ല പോകേണ്ടത്, വാണ്ടറുപ്പാഹോയിലേക്കാണ്. പക്ഷേ നമ്മൾ ഇവിടുന്ന് ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് ഇവിടുത്തെ തണുപ്പ് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് പോകുന്നത്. കണ്ടില്ലേ, രാവിലെ ആയപ്പോഴത്തേക്കും കാറിലൊക്കെ ഐസൊക്കെ ആയിട്ട് രാവിലെ വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് ക്ലിയർ ചെയ്തിട്ട് നേരെ വാണ്ടറുപ്പാഹോയിലേക്കാണ് പോകുന്നത്. സൂര്യനൊക്കെ ഉദിച്ച് വന്നപ്പോഴത്തേക്കും റോഡിലെ മഞ്ഞൊക്കെ മാറി നല്ല വ്യൂ കിട്ടുന്ന രീതിയിലായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ റോഡിൽ വലിയ തിരക്കൊന്നുമില്ല, നന്നായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ നല്ല റോഡാണിത്. ഈ പോകുന്നത് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം 25 കിലോമീറ്ററോളം ഉണ്ട് ലോഡ്ജിൻ്റെ അവിടുന്ന് ഈ റെസ്റ്റോറൻറ്റിലേക്ക്. പക്ഷേ ഈ ദൂരം ഒരിക്കലും ഒരു നഷ്ടമാകത്തില്ല. നല്ല വ്യൂ കിട്ടുന്ന റോഡും റോഡിൻ്റെ രണ്ട് സൈഡിലും പുല്ലൊക്കെ ഐസൊക്കെ ആയിട്ട് സൂര്യൻ ഇത്ര ഉദിച്ച് വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും മെൽറ്റായിട്ട് പോയിട്ടില്ല. ഉണ്ട്, നമ്മളവിടെ വണ്ടി നിർത്തിയിട്ട് നോക്കിയപ്പോഴുണ്ട് രണ്ട് സൈഡിലും ഈ പുല്ലിലെല്ലാം ഐസായിട്ട് നിൽക്കുന്നത് നല്ല ഒരു സീനറി തന്നെയാണ്. നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തി കഴിച്ചിട്ട് നമ്മൾ ഈ കാണുന്ന മലയിലേക്ക് നമുക്ക് ഈ റോഡിൽ കൂടെ പോകാൻ വേണ്ടിയിട്ടാണ് ഉള്ളത്. അങ്ങ് ദൂരെ കാണുന്ന ഈ വൈറ്റ് മൗണ്ടനിലേക്കാണ് ഈ റോഡ് അങ്ങ് എത്തിച്ചേരുന്നത്. റോഡിൻ്റെ രണ്ട് സൈഡിലും മരങ്ങളൊക്കെ ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ തന്നെ നല്ല ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നത്. റോഡിൽ വണ്ടിയൊന്നും ഇല്ലെങ്കിലും വളരെ കെയർഫുള്ളായിട്ടാണ് വണ്ടി ഓടിച്ച് പോകുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന വണ്ടികൾ എങ്ങനെ വരുന്നതെന്ന് അറിയത്തില്ലല്ലോ. ഒന്നുമില്ല, റോഡിൽ ഐസൊന്നുമില്ല, നമുക്ക് നല്ല സേഫായിട്ട് തന്നെ പോവാം. റോഡിങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് ഹൈറ്റ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. പക്ഷേ സൺലൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ മഞ്ഞുമലയൊക്കെ നന്നായിട്ട് വെട്ടിത്തിളങ്ങുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും മഞ്ഞുമലയുടെ ഒട്ടുമുക്കാൽ ഭാഗം നമുക്ക് ഇവിടുന്ന് തന്നെ കാണാൻ പറ്റുന്ന രീതിയിലുണ്ട്. റോഡിലുള്ള മഞ്ഞൊക്കെ മാറ്റി നല്ല സേഫായിട്ടാണ് റോഡ് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, റോഡിൻ്റെ സൈഡിലൊക്കെ ഇവിടെ മഞ്ഞ് കിടപ്പുണ്ട്. അതുപോലെ നല്ല ഒരു ലോങ് വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഹൈ ആറ്റിറ്റ്യൂഡിലേക്ക് പോകുന്തോറും തണുപ്പ് ഇങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ടെങ്കിലും നമുക്ക് ഇത് സഹിക്കാൻ പറ്റുന്നത് തന്നെയാണ്. പിള്ളേരൊക്കെ നന്നായിട്ട് എക്സൈറ്റഡ് ആയിട്ടുണ്ട്. ഇത്രയും നല്ല ലോങ് വ്യൂ ഒക്കെ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന